ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് 6:45 എരുമാടേക്ക് പോകണമെന്നുണ്ട്. മോളെ മദ്രസ കൊണ്ടാക്കണം, എന്നിട്ട് എരുമാടേക്ക് പോകണം. എരുമാട് ഷുഫി ഷഹീദിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാ. ഓക്കെ, ലെറ്റ്സ് ഗോ. കൃത്യം 6:50 രാവിലെ 6:50 ഇതാ പുറപ്പെടുന്നിട്ടാ. മോളെ ഒന്ന് മദ്രസയിൽ കൊണ്ടാക്കണം, ആടുന്ന് നേരെ പിന്നെ എരുമാടേക്ക് കേട്ടോ. മോള് മദ്രസയിലേക്ക് പോലെ ഇതാ മാസം പോകുന്നത് മോള്. അപ്പം മോളെ കൊണ്ടാക്കി ഇനി നേരെ എരുമാടേക്ക് ഇൻഷാള്ള പാണത്തൂരിന് ഫുഡ് കഴിക്കണം, എന്നിട്ട് നേരെ വിടണം. അണ്ണപ്പാറ നോക്കിയേ, ഒടയഞ്ചാലിന് പെട്രോൾ അടിച്ചു. ഇനി പാണത്തൂരെത്തിയിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ച് പോകണം. അപ്പം പാണത്തൂർ തോട്ടം കഴിഞ്ഞ് ഞാനിവിടെ എത്തിയിട്ട് ഇനി അടുത്ത ഫോറസ്റ്റ് കയറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വിടാം. ഈ ഹോട്ടൽ കാണുന്നതിൻ്റെ ഹോട്ടൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി വാഗമൺ, പിന്നെ ഫോറസ്റ്റ് കയറേണ്ടത്. ഓക്കെ, ഇതാ നല്ല പൂരി, ചൂട് കറി, മീൻ കറി, അതിലേം തോന്നുന്നു. പൂരി അടിപൊളിയുണ്ട്, കറി അടിപൊളിയാണ്. അതിൻ്റെ എക്സ്ട്രാ ഒരു പൂരി കൂടെ വാങ്ങിയിട്ടാ. നല്ല പൂരി, നല്ല കറി, നല്ല സ്ട്രോങ് ചായ, അങ്ങനെ മീൻ കൂട്ടിയിട്ടാ. രാവിലെ എങ്ങനെയാണ് തോന്നില്ല. പുരയിൽ നിന്ന് 6:45 വിട്ടത്. 8:15 പാണത്തൂർ തോട്ടം ഈ ഫോറസ്റ്റ് കയറേണ്ട സ്ഥലത്തേക്ക് എത്തി. ഒറ്റയ്ക്കേ ഉള്ളൂ, ഇനി ഫോറസ്റ്റ് കയറിയിട്ട് വാഗമണ്ഡലം. അപ്പം എല്ലാവരോടും എരുമാട് എത്തിയിട്ട് അടുത്ത വിശേഷങ്ങൾ പറയാം. ഫോറസ്റ്റിൽ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഇപ്പോഴത്തെ നിയമട്ടോ, മുമ്പ് വരുമ്പോൾ ഒന്നും ഉണ്ടായില്ല. ഇതാ 8:30 ഞാൻ ഫോറസ്റ്റ് ഇതാക്കുന്നു. അപ്പം 20 റുപ്യ ഫീസ് കേട്ടോ. ഇവിടെ ഞാനും വരുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതാ നല്ല പാറക്കെട്ട്. പാറക്കെട്ട്, ഇവിടെ താഴെ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം പോകുന്ന സൗണ്ട് ഉണ്ട്. നല്ല റോഡ്, അങ്ങനെ കാറ് വരുന്നുണ്ട്. നോക്ക് എന്തെന്നല്ല മല, എന്തെന്നപ്പോ അടിപൊളി വ്യൂ. അത് സൗണ്ട് കേൾക്കുന്ന പറയുന്നത് മനസ്സിലായി, ഭയങ്കര സൗണ്ട് കിട്ടും. അത് TV അറിയില്ല, പീരാൻ കൊടുക്കുക അതൊന്നും അറിയില്ല. പിന്നെ എവിടുന്നോ വരുന്ന വെള്ളം നോക്കില്ല, എത്രയോ മുകളിൽ വരുന്ന വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം. ഇവിടെ നിൽക്കാൻ പാടില്ലാന്ന് പറയുന്നുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നോ പാർക്കിംഗ് ലിറ്റർ ഫ്രീ സോൺ, അങ്ങനെ സംഭവമുണ്ട്. അപ്പം ഓക്കെ, വീണൊന്നും നോക്കണ്ട, മൊബൈൽ വീടാണ് കേട്ടോ, ഞാൻ വീടല്ല എന്തായാലും. ഇതാ നോക്ക, എന്തോ ഒരു രസം, അടിപൊളി രസം. ഇങ്ങനെ ആസ്വദിച്ച് വരാം, ഈ യാത്ര ആസ്വദിച്ച് വരാം. അത് തണുപ്പുണ്ട്, വെയിലുണ്ട്, നല്ല കാണാൻ പറ്റിയ സ്ഥലം. കാപ്പിത്തോട്ടം, നല്ല മണം, പൂ എന്തോ ഒരു മണം കേട്ടോ, നല്ല മണം, അടിപൊളി മണം കേട്ടോ. ഇത് കാപ്പിത്തോട്ടം നല്ല മണം കേട്ടോ. ഇത് ഒറ്റക്കന്നായതുകൊണ്ട് നിർത്തി എടുക്കേണ്ടി വരുന്നു, അതുകൊണ്ട് നല്ല സ്ഥലം, രസം, അടിപൊളി സ്ഥലം കേട്ടോ. ഇത് നല്ല തണുപ്പ്. ഫോറസ്റ്റ് കഴിഞ്ഞിപ്പം ആൾക്കാരുള്ള ഏരിയയിലേക്ക് എത്തിയിട്ടാ. നല്ല രസമുണ്ട് കാണാൻ. പാങ്ങണ്ടെന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ.
അടിപൊളി കാപ്പിത്തോട്ടം. വാഗമണ്ഡലത്തിൽ നിന്ന് പാലെല്ലാം വന്നിട്ടാ സാറാക്കിയില്ല, കുറേ കാലത്തിന് ശേഷം വരുന്നതാണ്. അപ്പം പാലെല്ലാം അടിപൊളിയാക്കില്ല വാഗമണ്ഡലം. താഴെ കാണുന്നത് പഴയ റോഡ്, ഇപ്പോൾ പുതിയ റോഡാക്കിയിട്ട് അടിപൊളിയാക്കി ഉഷാറാക്കുന്നു. അത് തലക്കാവരി പോകുന്ന റോഡ്, ആൾക്കാർ പോകുന്ന തലക്കാവരി. ഇത് എരുമാടേക്ക് സ്കൂൾ പോകുന്ന വഴിയിട്ടാണ്. താഴെ കാണുന്നത് പഴയ വഴി റോഡ്. സൂഫി ഷഹീദ് തുറക്കിയതാണ്. ഇത് സയ്യിദ് ഹസൻ സഭ തുറക്കട്ടതാണ്. എരുമാട് സൂഫി ഷഹീദ് മുഖാമാണ്. ആൾക്കാർ വരുന്ന സമയം സൗണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. സൗണ്ട് കുറച്ച് പറയുന്നു. ഇത് ഇന്നത്തെ പ്രധാനപ്പെട്ട ചീരണിയാണ്. ഇത് അരിപ്പൊടി സ്വന്തം ഇവിടുന്ന് ഒരു പാക്കറ്റ് എടുത്ത് സ്വന്തമായിട്ട് ആക്കുക, അത്ര പാടില്ല. ചെറിയൊരു കൊട്ടയിൽ ആ സ്പൂണിൽ മറക്കാം. അതേപോലെ രാവിലെ മദ്രസ കൊണ്ടാകുമ്പോൾ ഏൽപ്പിച്ചിന് ഒരു മാല ഒരു മോതിരം വാങ്ങണം പാപ്പാണ്. അത് വാങ്ങി. ഇനി ചെറിയോనికి വേറെ വാങ്ങണം. ഫുള്ള് ഇതാ ടോയ്സ് ചന്ത വിളിട്ടതാ, ഫുള്ള് ചന്ത ഒരുപാട്. മലയാളീസ് ബജിക്കട. ഇവിടുന്ന് ഒരാളോട് ചോദിച്ചിട്ടാണ് സംഭവം പറഞ്ഞത്, ചരിത്രം പറഞ്ഞത്. ഞാൻ പെങ്ങളെ അവസാനമായിട്ട് പെങ്ങളെ വീട്ടിൽ കൊണ്ടിട്ടാണ് സൂഫി ഷഹീദ് മരിക്കുന്നത്. അപ്പം വീടിനാണ് പശു പാല് കൊടുത്തതും വീടാണ് അവസാനമായി കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് വീടിന് ഞാൻ യാത്ര തിരിക്കുന്നു. വലിയ നടന്നിട്ട് വരണം, വലിയ ഇങ്ങനെ നടന്ന് വരണം. എല്ലാവരും ഒരു കണ്ടെത്താനാണ് കേട്ടോ സംഭവം. കണി പിടിച്ച ആൾക്കാരല്ല, അതുകൊണ്ട് 40 കിലോ വന്നിട്ട് ഫുള്ളാക്കി. പിന്നെ പെട്രോൾ ഫുള്ളാക്കി. ഇനി കാഞ്ഞങ്ങാട് 98 അപ്പോൾ അത്ര ലാഭമല്ലേ. ഫുള്ളാക്കിയിട്ട് നമ്മൾ വിടട്ടെ. ഇനി നേരെ നാട്ടിലേക്ക് കേട്ടോ. കർണാടക എരുമാട് പോയിട്ട് തിരിച്ചു വരുമ്പോട്ടാ വാഗമണ്ഡലം നോക്കിയേ മല, അടിപൊളി സ്ഥലം. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ തലക്കാവേരി പോട്ടേനും ടൈമില്ല. ഇത് വാഗമണ്ഡലം മേലപ്പാലം. അതിൻ്റെ താഴെ എന്നാക്കി പോയതാ നല്ല പൂന്തോട്ടമെല്ലാം ആക്കിയിട്ടാ, അടിപൊളി പൂന്തോട്ടമെല്ലാം ആക്കിയിട്ടുണ്ട്. പൂന്തോട്ടം കാട്ടുപോത്തെന്ന് പറയില്ല, അതന്നെ കാട്ടുപോത്തെന്ന് കേട്ടാൽ ഞാനിച്ച് പറയാൻ പോകും. പട്ടിയ എന്താ പറയുക അവിടെ നിൽക്കണം. ഇല്ല ആനയില്ല, ആനപ്പണ്ടുണ്ട് കേട്ടോ. ഏതാ ഫോറസ്റ്റിൽ വേഗം വരുന്നു വയ്യ. ആനപ്പണ്ട് 1 മണിക്ക് വാഗമണ്ഡലത്തിൽ നിന്ന് വിട്ടത്. ഇപ്പോൾ ഇതാ എന്താ പറയുക, ഫോറസ്റ്റ് ഇപ്പം കഴിഞ്ഞത് 1:50 അത്രയും. എൻ്റെ കൈ നോക്കി തെളിഞ്ഞ വെള്ളം ഒന്ന് മുങ്ങുകയല്ല. എങ്ങനെയുണ്ട് ഇതാ പാലം, എൻ്റെ താഴെ വന്നിട്ട് മുഖം കയറുന്നു.